നമ്മള് നടിമാലി ഫെസ്റ്റിന് പോയേക്കായിരുന്നു കേട്ടോ. ടൗണിലൊക്കെയാണെങ്കിൽ നല്ല തിരക്കുണ്ട്. 3-4 ദിവസമായി ഫെസ്റ്റ് ഒക്കെ തുടങ്ങിയിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഇവിടുന്ന് 5 മിനിറ്റ് പോലും ഇല്ല. എന്നിട്ടാന്ന് ആലോചിക്കണം. നമ്മൾ പോയത് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണോ എന്നറിയില്ല. ആ പ്രദേശത്തെ ഫുൾ ജനങ്ങൾ അവിടെ ഉണ്ടെന്ന് വേണം പറയാൻ വേണ്ടി. അത്രയും തിരക്ക്. പിന്നെ ദേ ഞാൻ ചെന്നപ്പോൾ തന്നെ ഈ ഒരു ആകാശൂഞ്ഞാൽ അങ്ങ് സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ വീഡിയോസും ഫോട്ടോസ് എടുക്കലൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ നിന്നായിരുന്നു കേട്ടോ. അത്രയും ഭംഗിയാണ്. ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു മരണക്കിണർ കാണാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മണ്ടയിൽ നിന്നുകൊണ്ട് എടുത്താണ് ട്ടോ ഈ ഒരു വീഡിയോ. എന്താ ആളുകളില്ലേ. സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നിടത്ത് ഇതിലും തിക്കും തിരക്കും കേട്ടോ. നല്ല ആളുകളാണ്. ഓരോ ദിവസവും നല്ല നല്ല പരിപാടികളാണ്. ഗാനമേള, നാടൻപാട്ട്, DJ, അങ്ങനെ ഡാൻസ് കലാപരിപാടികളൊക്കെ. ഇനി കുറച്ച് മരണക്കിണറിലെ സാഹസിക ദൃശ്യങ്ങളായാലോ. തിക്കി തിരക്കി ഓടിച്ചെന്ന് നിൽക്കാനുള്ള സീറ്റൊക്കെ പിടിച്ചെങ്കിലും പരിപാടിയൊക്കെ തുടങ്ങാൻ കുറച്ച് സമയമൊക്കെ എടുത്തു കേട്ടോ. ആ നേരം കൊണ്ട് മണ്ടയിലൊക്കെ നിന്നുകൊണ്ട് കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഓരോ ചേട്ടന്മാരിങ്ങനെ വരുന്നുണ്ട്. ഒരു ലേഡി ഉണ്ട് കേട്ടോ. ഇതേ പോണതാണ് ആള് പോയിട്ട് നേരെ ആ വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നുണ്ട്. ദീണ്ടടാ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കാർ എന്ത് ചെയ്യും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോന് അവിടെയൊക്കെ കുലുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ അടുത്ത് നിന്നിരുന്ന ഞാൻ അവിടെ നിന്നൊക്കെ കുറച്ച് അകലമൊക്കെ പാലിച്ച് എങ്ങനെയൊക്കെയോ ആ ഒരു വിടവിൽ കൂടെയൊക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ ഫോണിൽ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. കുറേയൊന്നും ഞാൻ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പിന്നെ ദേ കാറൊക്കെ പയ്യെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മണ്ടേ കയറി നിന്നിട്ട് പുള്ളിക്കാരി കാണിക്കണുണ്ടോ ഈ എൻ്റെ മോനെ. അങ്ങനെ 2 കാറ് ഒരുമിച്ച് അടുപ്പിച്ച് പിടിക്കും എന്നുള്ള മട്ടിലൊക്കെ അങ്ങനെ കുറേ എന്തൊക്കെയോ അവിടെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ പയ്യെ പയ്യെ അകലം വലിച്ച് ശരിക്കും ബാക്കിലോട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. കാരണം കാറ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ആ കറക്റ്റ് സൈഡിൽ വരുമ്പോഴേക്കും കിടന്ന് ഒറ്റ കുലുങ്ങലാണ്. ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ താഴോട്ട് പോകുന്നുള്ള മൈൻഡിൽ. ആദ്യമൊക്കെ എനിക്ക് ആ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ തീരാറായപ്പോൾ പേടി ഇങ്ങോട്ട് പോയി. പിന്നെ തീർന്നല്ലോ നിന്നിട്ട് കാര്യമുണ്ടോ, നേരെ ഇറങ്ങി പോന്നു. പിന്നെ ഞങ്ങൾ സൊള്ളിക്കൊണ്ട് വായും പൊളിച്ച് വായിൽ നോക്കി അതിൽ അലഞ്ഞിരിഞ്ഞ് നടക്കണ്ടായി. ലാസ്റ്റ് എങ്ങനെയല്ലേ ഈ ആകാശൂഞ്ഞാലിൻ്റെ അടിയിൽ വന്ന് നിൽക്കും. പിന്നെ മേപ്പോട്ട് വായും പൊളിച്ച് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. പിന്നെ കുറച്ചധികം സമയം ഞാൻ നിന്നു. കാരണം കൂടെ വന്നവരെല്ലാവരും അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ബോറടിച്ച് അവിടെ നിന്നു കേട്ടോ. അങ്ങനെ ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടി നേരെ ദേ ഈ ഒരു ഗെയിമിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ബോൾസൊക്കെ എറിഞ്ഞ് എന്തായാലും ദേ ഈ സംഭവം നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ തിരികെ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി കയറിയത്. വേൾഡ് റെക്കോർഡൊക്കെയാണ്. ഈർക്കിലി കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ സംഭവങ്ങളാണ് കേട്ടോ. ഓരോന്നും നല്ലപോലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ ഫോൺ പണി തന്നിട്ടുണ്ടായിരുന്നു. ബാറ്ററി ലോ ആയി പോയിട്ടാ. എന്തായാലും കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയാണ് വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഭയങ്കര ഫിനിഷിംഗ് ആണ്. എന്ത് ഭംഗിയായിട്ടാണ് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ കുറച്ചധികം നേരം സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കുട്ടി കുട്ടി കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലൊക്കെ നലഞ്ഞിരിഞ്ഞ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചെടികള് ഇത്രയൊക്കെ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫോൺ പണി തന്നുകൊണ്ട്. പിന്നെ ഒരു ദിവസം പോകുമ്പോൾ ആവാം. അപ്പോൾ ഓക്കെ,